അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് യാസീൻ നമ്മൾ 20 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ചു. ഇൻഷാ അല്ലാഹ് നമുക്ക് 21ാമത്തെ ആയത്ത് മുതലൊന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. തജ്വീദ് നിയമം ഒന്ന് പറയാട്ടോ. ഇവിടെ ഹംസത്തുൽ വസ്ൽ സ്റ്റാർട്ടിങ്ങിൽ ഹംസത്തുൽ വസ്ൽ വന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞതാണ് ഒരായത്തിന്റെ നടുക്ക് ഇതുപോലെയൊക്കെ ഹംസത്തുൽ വസ്ൽ വരികയാണെങ്കിൽ ഹംസത്തുൽ വസ്ലിന് എന്തില്ല, ശബ്ദം ഉണ്ടാവില്ല. പക്ഷെ ആയത്തിന്റെ നടുക്കിൽ വരിക, ആയത്തിന്റെ തുടക്കത്തിൽ വരികയാണെങ്കിൽ ഹംസത്തുൽ വസ്ലിന് എന്തുണ്ട്, ശബ്ദമുണ്ട്. ഇവിടുത്തെ ശബ്ദം ഹംസത്തുൽ വസ്ലിന് വന്നിരിക്കുന്നത് ഇ എന്നുള്ള ശബ്ദമാണ്. കാരണം ഹംസത്തുൽ വസ്ൽ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലെറ്ററിന്, രണ്ടാമത്തെ അക്ഷരത്തിന് ഫത്ഹയോ കെസ്റോ വരികയാണെങ്കിൽ ഹംസത്തുൽ വസ്ലിന്റെ ശബ്ദം ഇ എന്നായിരിക്കും. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള രണ്ടാമത്തെ അക്ഷരത്തിന് ഏതാണ്, കെസ്റയാണ് അല്ലേ. അപ്പം നമ്മൾ അവിടെ എന്ത് കൊടുക്കും, ഇ എന്നുള്ള ശബ്ദം കൊടുക്കും. ഇത്തബിഉ എന്നിങ്ങനെ ഓതും കേട്ടോ. താൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, ഒന്ന് കട്ടി കൂട്ടി ഓതി കൊടുക്കുക കേട്ടോ, കനപ്പിക്കുക. ഇത്തബിഉ, അയിൻ്റെ കൂടെ വൗ മദ് വന്നിട്ടുണ്ട്, രണ്ടനക്ക നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ഇവിടെ അലിഫ്, അലിഫിൻ്റെ മുകളിൽ സുക്കൂന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. ഈ ഒരു ചിഹ്നം കണ്ടാൽ നമ്മൾ അവിടെ അതിനെ ഉച്ചരിക്കേണ്ടതില്ല, ഓതേണ്ടതില്ല. മല്ല, നൂൻ്റെ മുകളിൽ സുക്കൂനില്ല, നമ്മൾ എന്ത് ചെയ്യില്ല, മൻ എന്നവിടെ ഓതില്ല. എന്ത് ചെയ്യണം, ഈ ഒരു നൂനിന് ശേഷം ലാമാണ് വരുന്നത് എങ്കിൽ നമ്മൾ കൂട്ടിച്ചേർത്തോതണം, പക്ഷെ മണിച്ചോതരുത്. ഓക്കെ. മല്ല, ലാമിനെ രണ്ടനക്കം നീട്ടുകയും കൂടെ വേണം. അവിടെ അലിഫ് മദ് വന്നിട്ടുണ്ട് ലാമിൻ്റെ കൂടെ. ഓക്കെ. മല്ല യസ് അലുക്കും, യെസ്, സീൻ്റെ മുകളിൽ സുക്കൂനുണ്ട്, ഹാഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. യെസ്, യെസ് അലുക്കും, യെസ് അ. നമ്മൾ പറഞ്ഞതാണ് ഹംസ പല ലെറ്ററിൻ്റെയും മുകളിൽ വരും. അപ്പം നമ്മൾ നോക്കേണ്ടത് അ എന്നുള്ള ശബ്ദം മാത്രമാണ് അവിടെ കൊടുക്കേണ്ടത്. ആ, ഇ, ഉ എന്നിങ്ങനെ ആൻ്റെ ശബ്ദമാണ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ. ഹംസനെ മാത്രം നമ്മൾ നോക്കിയാൽ മതി കേട്ടോ. യെസ് അലുക്കും, മീമിൻ്റെ മുകളിൽ സുക്കൂനുണ്ട്, വ്യക്തമായിട്ട് കും എന്ന് ഓതി കൊടുക്കുക കേട്ടോ. അവിടെ ഒരു കും എന്ന് പറഞ്ഞൊരു മണിക്കൽ തീരെ പാടില്ല, ശ്രദ്ധിച്ച് ഓതുക കേട്ടോ. യെസ് അലുക്കും അജ്റ, അജ്, ജീമിൻ്റെ മുകളിൽ സുക്കൂന് വരികയാണെങ്കിൽ ഫുൾ സുക്കൂന് കൊടുക്കണം. അജ്, അജ്റൻ വഹും, നോക്കൂ, അജ്റൻ വ. തൻവീന് ശേഷം വൗ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം. അജ്റൻ വ, അജ്റൻ വ. ഇവിടെ നോക്കൂ, ഇവിടെ റാൻ്റെ കൂടെ ഒരു അലിഫ് വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ അലിഫിനെ നീട്ടുകയോ ഒന്നും ചെയ്യൂല കേട്ടോ. ഇവിടെ നമ്മൾ മണിച്ചു കൂട്ടിച്ചേർക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ നോക്കേണ്ടത് കേട്ടോ. തൻവീന് ശേഷം വാവ് വരികയാണെങ്കിൽ മണിച്ചു കൂട്ടിച്ചേർക്കുക. ഓക്കെ. വഹും മുഹ്തദൂൻ, മീമിന് ശേഷം മീമ് വന്നാൽ എന്ത് ചെയ്യണം, നമ്മൾ പല സ്ഥലത്തും പറഞ്ഞു അല്ലെ, പല ആയത്തുകളിലും നമ്മൾ പറഞ്ഞു മീമിന് ശേഷം മീമ് വന്നാൽ മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതുക. വഹും മുഹ്തദൂൻ. മുഹ്, ഹാൻ്റെ മുകളിൽ സുക്കൂനുണ്ട്, ഇവിടെ മുഹ് ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. ഹാഫ് സുക്കൂൻ. മുഹ്തദൂൻ, മുഹ്തദൂൻ എന്ന് ഓതരുത് കേട്ടോ. മുഹ്തദൂൻ. ഓക്കെ. ഇൻഷാ അല്ലാഹ് 22ാമത്തെ ആയത്ത് ഒന്ന് നോക്കാം. വമാ ലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ. തജ്വീദ് നിയമം. വമാ, വ, നമ്മൾ വ പറയുമ്പോൾ ചുണ്ട് കൂർപ്പിച്ച് വെച്ച് പറയണം കേട്ടോ. വ. വമാ, മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. വമാ ലിയ ലാ, ല, ഒരു പദത്തിൽ മദ് വന്നു, മറ്റൊരു പദത്തിൽ ഹംസയും വന്നു. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കുറേ സ്ഥലത്ത് നമ്മൾ ഈ ഒരു നിയമം പറഞ്ഞതാണ് അല്ലേ. ഇവിടെ എത്രയാണ് ദീർഘിപ്പിച്ച് ഓതേണ്ടതെന്ന് നമ്മൾ പഠിച്ചതുമാണ്. എത്രയാണ് ദീർഘിപ്പിച്ച് ഓതേണ്ടത്? 2 അനക്കം മുതൽ 4 അനക്കം വരെ നമുക്ക് ദീർഘിപ്പിച്ച് നീട്ടി ഓതാവുന്നതാണ്.
ഓക്കെ വമാലിയല അഅ്ബുദു ഓക്കെ അഅ്ബുദു ഐനിൻ്റെ മുകളിൽ സുക്കൂനുണ്ട്. അവിടെ നമ്മൾ അഅ്ബുദു എന്ന് ഫുള്ള് സുക്കൂന് കൊടുത്ത് ഓതരുത് കേട്ടോ. അഅ്ബുദു ആ ഇത്രയും മതി കേട്ടോ. അഅ്ബുദുല്ലദീ ലാമിന് ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ച് ഓതി കൊടുക്കുക കേട്ടോ. ലദീ ദാല് കഴിഞ്ഞിട്ട് യാ മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി കൊടുക്കുക. ഫതറനി ത ഒന്ന് ഉയർത്തി പറയേണ്ട ലെറ്ററാണ് ത. അപ്പോൾ കറക്റ്റ് ഉയർത്തി പറയണം കേട്ടോ. അത് ഫതറനി റോയിനെയും ഒന്ന് ഹെവിയാക്കി ഒന്ന് ഉയർത്തി പറയണം കേട്ടോ. റനി അല്ല റോനി. ഓക്കെ നീ എന്ന് പറയുമ്പോൾ നൂനിൻ്റെ കൂടെ യാ മദ് വരുന്നുണ്ട് കേട്ടോ. രണ്ടനക്കം നീട്ടി കൊടുക്കണേ. ഫതറനി ഓക്കെ വഇലൈഹി തുർജഊൻ വഇലൈഹി തുർജഊൻ നീട്ടി ഓതി നിർത്തുക കേട്ടോ. അടുത്തതായിട്ട് 23-ാമത്തെ ആയത്ത് അഅത്തഖിദു മിൻ ദൂനിഹി ആലിഹതൻ ഇൻ യുരിദ്നി റഹ്മാനു ബിദുർരിൻ ലാ തുഅനി അന്നി ശഫാഅതുഹും ശൈഅൻ വലാ യുൻഖിദൂൻ. തജ്വീദ് നിയമം നോക്കാം. നോക്കൂ, 2 ഹംസ ഒരുമിച്ച് വന്നിട്ടുണ്ട് അല്ലേ. എന്ന് ഓതണം കേട്ടോ. താൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ചു കൊടുക്കുക. നൂൻ്റെ മുകളിൽ സുക്കൂനില്ല, അപ്പം നമ്മൾ എന്ത് ചെയ്യും? മറച്ചു മണിക്കും എന്ന് ഓതൂ അല്ലേ. ദൂനിഹി ദാലിൻ്റെ കൂടെ വാവ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. ദൂനിഹി ഇവിടെ ഹഇന് ശേഷം ഒരു ചിഹ്നം കാണാം അല്ലേ, റെഡ് കളറിൽ. ഇവിടെ നമ്മൾ 4-5 ഹരക്കത്ത് നീട്ടി ഓതി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അപ്പം 4-5 ഹരക്കത്ത് നമ്മൾ നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ദൂനിഹി ആലിഹതൻ ആൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. ആലിഹതൻ 2 ഫത്ഹ ഒരുമിച്ച് വന്നിട്ടുണ്ട്, അവിടെ എന്ത് ചെയ്യാം? തൻ എന്ന് വ്യക്തമായിട്ട് ഓതി കൊടുക്കുക കേട്ടോ. ഈയോ നൂന് ശേഷം യ വന്നാൽ മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം എന്ന് നമുക്കറിയാവുന്നതാണ് അല്ലേ. നമ്മൾ പല സ്ഥലത്തും പറഞ്ഞു. നൂന് ശേഷം യ വരുമ്പം എങ്ങനെ ഓതണം? ഈയോ എന്ന് മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം കേട്ടോ. യുരിദ്നി ദാലിന് സുക്കൂന് വന്നാൽ ഫുള്ള് സുക്കൂന് അവിടെ കൊടുക്കണം കേട്ടോ. യുരിദ്നി റോയിന് ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ച് ഓതി കൊടുക്കുക കേട്ടോ. റഹ്മാനു ഹഇന് സുക്കൂനുണ്ട്, ഹഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. റഹ്മാനു മാന് രണ്ടനക്കം നീട്ടി കൊടുക്കുക. ഉയർത്തി പറയേണ്ട ഒരു ലെറ്ററാണ് ദ്വാദ്. അപ്പോൾ ഉയർത്തി പറയണം കേട്ടോ. ബിദു വായ നിറച്ച് പറയേണ്ട ഒരു ലെറ്ററും കൂടെയാണ് ദ്വാദ്. ഓക്കെ ദുരി ഇനി സുക്കൂനുണ്ട്, ഒന്ന് കനപ്പിച്ചു കൊടുക്കുക കേട്ടോ. ബിദുരില്ല നമ്മൾ പറഞ്ഞു തൻവീന് ശേഷം ലാമ് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? കൂട്ടിച്ചേർത്ത് ഓതണം. ദുരില്ല പക്ഷെ മണിക്കാൻ പാടില്ല. കൂട്ടിച്ചേർത്ത് ഓതണം, പക്ഷെ മണിക്കാൻ പാടില്ല. ഓക്കെ ല എന്ന് പറയുമ്പോൾ ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. തോനി റൈനാണ്. ഹഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. തോനി അന്നി നൂന് ശ്രദ്ധ വന്നിട്ടുണ്ട്, എന്ത് ചെയ്യുക? നന്നായിട്ട് മണിച്ചൊടുക്കുക, രണ്ടനക്കം നീട്ടുകയും ചെയ്യുക. അന്നി ഷഫഅതുഹും ഫാൻ്റെ ഇവിടെ ഒരു അലിഫ് മദ് ഉണ്ട് അല്ലേ, രണ്ടനക്കം നീട്ടുക കേട്ടോ. ഷഫഅതുഹും മീമിനെ നന്നായിട്ട് വ്യക്തമാക്കി ഓതുക.
ഷൈഅൻ വല ഷൈഅൻ വല. തൻവീന് ശേഷം വാവ് വരികയാണെങ്കിൽ നമ്മൾ പഠിച്ചതാണ്, മണിച്ചു കൂട്ടിച്ചേർക്കണം. ഷൈഅൻ വല. ഓക്കെ. വല. ലാമിനെ രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. വല യുൻഖിദൂൻ. യുൻഖി. നൂന്റെ മുകളിൽ സുക്കൂനില്ല, യുൻ എന്ന് ഓതൂല. യുൻഖിദൂൻ. നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.